നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി തൊടുപുഴ മുതലക്കോടത്ത് കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവം. ഈ സംഭവത്തിൽ നഗരസഭയും പൊതുമരാമത്തും പരസ്പരം പോരടിക്കുകയാണ്. നഗരസഭയെ പഴിചാരി പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്ലാബുകൾ നീക്കം ചെയ്തത് കോർപ്പറേഷനാണെന്നാണ് PWയുടെ റിപ്പോർട്ട്. സ്ലാബുകൾ തിരികെ സ്ഥാപിക്കണമെന്ന് കോർപ്പറേഷനോട് നിരവധി തവണ ആവശ്യപ്പെട്ടു, പക്ഷേ പുനഃസ്ഥാപിച്ചില്ല എന്നും PWയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പും പുറത്തുവന്നു. സമാനമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഓടയിലെ സ്ലാബുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു 27-കാരനാണ് ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. റോഡിൽ PWD കുഴിച്ചിട്ട കുഴിയിൽ വീണാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ അത്താണി, കുടുംബത്തെ ഈ കടങ്ങളിൽ അല്ലെങ്കിൽ ഒരു കരകയറ്റാൻ വേണ്ടി വിദേശത്തേക്ക് പറക്കണമെന്ന ആഗ്രഹവുമായി നിന്ന ജെയിംസ് എന്ന 27-കാരനാണ് ഈ ഒരു അധികൃതരുടെ അനാസ്ഥയിൽ നമുക്ക് കണ്ണടച്ച് പറയാവുന്നതാണ്. ആ ഒരു അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. അതായത് വിദേശത്തേക്ക് പറക്കാമെന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് മുൻപാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനാസ്ഥയിൽ ഈ പയ്യന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. തൊടുപുഴ മുതലക്കോടത്ത് റോഡിനോട് ചേർന്ന് 15 വർഷം മുൻപ് സ്ലാബ് തകർന്ന് രൂപപ്പെട്ടതും അധികൃതർ അടയ്ക്കാൻ കൂട്ടാക്കാതെ ഇരുന്നതുമായ കുഴിയിൽ വീണാണ് യുവാവ് മരിച്ചത്. റോഡെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എന്നും പല അപകടങ്ങൾ കാത്തിരിക്കുന്ന അപകടക്കെടികളുള്ള ഒരിടമാണ് റോഡ്. അവിടെ ഒരു ചെറിയ കുഴിയോ കുണ്ടോ എന്തുമാകട്ടെ, ഒരു ചെറിയ സാധനം, ഒരു കാര്യം മതി ജീവൻ വലിയ രീതിയിൽ അപകടത്തിലാകാൻ. അങ്ങനെയുള്ള റോഡിൽ 15 വർഷം മുൻപ് സ്ലാബ് തകർന്ന് രൂപപ്പെട്ട ഒരു കുഴി അത് അടയ്ക്കാതെ അധികൃതർ അനാസ്ഥ കാണിച്ചത്. അതിനിടയിൽ ആ കുഴിയിൽ വീണ ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നി എന്ന 27-കാരനാണ് മൗറീഷ്യസിലെ ജോലിക്ക് നടപടി പൂർത്തിയാക്കി വിസയ്ക്ക് കാത്തിരിക്കെ അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കുഴി അടയ്ക്കണമെന്ന ആവശ്യമൊക്കെ നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടു, പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി. മുൻപ് 3 പേർ വീണ് പരിക്കേറ്റ കുഴി കൂടിയാണ്. എന്നിട്ടും അത് അടയ്ക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നതും വലിയ രീതിയിലുള്ള ഗുരുതരമായ അനാസ്ഥ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതിന് ഉദാഹരണമാണ്. ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും ഉറപ്പായും കുഴി അടയ്ക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഒരു അപകടം മുന്നിലുണ്ട്. അത് എത്ര പരാതിപ്പെട്ടാലും ആരും മൈൻഡ് ചെയ്യാറില്ല. ഒരു അപകടം അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി വന്നാലേ പലപ്പോഴും ഇവിടുത്തെ അധികൃതർക്കൊക്കെ കണ്ണു തുറക്കൂ, ആക്ഷൻ എടുക്കാനുള്ള ഒരു ത്വര വരികയുള്ളൂ. അത് സർവ്വസാധാരണമായിട്ടുള്ള സംഭവം. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ 3 പേർക്ക് വീണ് പരിക്കേറ്റതാണ്. നാട്ടുകാർ സ്ഥിരം പരാതി പറഞ്ഞതാണ്. എന്നിട്ടൊന്നും അടയ്ക്കാതിരുന്ന ആ കുഴിയിൽ വീണ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ, ഒരു പയ്യൻ്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അതിനിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അധികൃതർ തമ്മിലടിക്കുന്ന കാഴ്ച കൂടി കാണുകയാണ്. തിങ്കളാഴ്ച രാത്രി 10:30-ഓടെയാണ് അപകടമുണ്ടായത്. വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സ്ലാബില്ലാത്ത കാനയിലേക്ക് മറിയുകയായിരുന്നു. ബൈക്കിനൊപ്പം ജെയിംസും കുഴിയിലേക്ക് വീണു. ശബ്ദം കേട്ട് സമീപവാസികൾ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിച്ചു ജെയിംസിനെ. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അപകടക്കുഴി വ്യാപാരികൾ അവരുടെ ചെലവിൽ മൂടാൻ തയ്യാറായെങ്കിലും സമ്മതിച്ചില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ തുടരെ കയറി ഇറങ്ങി പരാതി പറയുമ്പോൾ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുമ്പോൾ നാട്ടുകാർ തന്നെ മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ ഒരു തീരുമാനത്തിലെത്തും. അത്തരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് അവർ നയിക്കപ്പെടും. പക്ഷെ അതിന് പോലും പലപ്പോഴും സമ്മതിക്കില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ കുഴി അടയ്ക്കാൻ വ്യാപാരികൾ അവരുടെ ചെലവിൽ ഈ കുഴി അടയ്ക്കാൻ ശ്രമിച്ചു, തയ്യാറായി. പക്ഷെ അതിന് അനുവദിച്ചില്ല എന്ന ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണ്. ഒരു ജീവൻ പൊലിയുന്നത് വരെ ഈ അധികൃതർ കാത്തിരുന്നു എന്നതാണ് ഏറ്റവും അനാസ്ഥ നിറഞ്ഞ കാര്യം. മൂവാറ്റുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ബെന്നി. സ്കൂൾ ബസ്സിലെ ആയ ബിന്ദുവിൻ്റെ ഏക പ്രതീക്ഷയായിരുന്ന മകനെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിന് ശേഷമാണ് വിദേശ ജോലിക്കായി ജെയിംസ് ശ്രമിച്ചത്. നിർധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു ഈ പയ്യൻ. മാവിൻ ചുവട്ടിലുണ്ടായ അപകടത്തിലാണ് പൊലിഞ്ഞത്. മൂലമറ്റം കോളേജിൽ ഡിഗ്രി പഠനത്തിന് ശേഷം എറണാകുളത്ത് ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം കൂടി എടുത്ത കുട്ടിയാണ് ജെയിംസ്. മൊറീഷ്യസിലേക്ക് പോകാനുള്ള നടപടികൾ പൂർത്തിയാക്കി വിസയ്ക്കായി കാത്തിരിക്കവെയാണ് അപകടം ഇത്തരത്തിൽ വലിയ രീതിയിൽ ആ ജീവൻ കവർന്നെടുത്തിരിക്കുന്നത്. വൈകിട്ട് ഭക്ഷണം കഴിക്കാനായി മങ്ങാട്ട് കവലയിൽ പോയി വരാമെന്ന് പറഞ്ഞ് 9:30-ഓടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ജെയിംസ്. പിന്നീട് 1 മണിക്കൂറിന് ശേഷം ജെയിംസിന്റെ അപകട വാർത്ത വീട്ടുകാരെ തേടിയെത്തുന്നു. വീട്ടുകാർ ആശുപത്രിയിൽ എത്തിയപ്പോൾ അറിയുന്നത് ജെയിംസ് മരിച്ചു എന്നാണ്. വളരെ ദയനീയമായ അവസ്ഥ, വളരെ സങ്കടകരമായ അവസ്ഥയാണ്. വളരെ ദുഃഖകരമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനാണ് ജെയിംസിന്റെ പിതാവ് ബെന്നി. അമ്മ ബിന്ദു സ്കൂൾ ബസ്സിലായ സഹോദരി വിവാഹിതയാണ്. ബെന്നിയുടെ പിതാവ് വർഗീസും അമ്മ അന്നക്കുട്ടിയും ഇവരോടൊപ്പമാണ് കഴിയുന്നത്. അന്നക്കുട്ടി പക്ഷാഘാതം വന്ന് 3 വർഷമായി ഒരു വശം തളർന്ന് കിടപ്പിലാണ്. ചെറിയൊരു വീട് മാത്രമാണ് ആകെയുള്ളത്. മുതലക്കോടം പള്ളിയുടെ സഹായത്തോടെയാണ് വർഷങ്ങൾക്ക് മുൻപ് വീട് പണി പൂർത്തീകരിച്ചത്. ജെയിംസ്
ജെയിംസിന് വിദേശ ജോലി കിട്ടി മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു ആ കുടുംബം. അതിനിടെയാണ് ഈ അത്യാഹിതവും അപകടവും ഒക്കെ സംഭവിച്ചത്. ഇവരുടെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ വന്നാൽ പോലും തിരിക്കാൻ സൗകര്യമില്ല. അത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഇവരുടെ വീട്ടിലുണ്ട്. പ്രായമായ മാതാപിതാക്കളെ ആശുപത്രിയിൽ മറ്റും കൊണ്ടുപോകണമെങ്കിൽ അവരെ 150 മീറ്ററോളം എടുത്തുകൊണ്ടുപോയി റോഡിലെത്തിച്ച് വാഹനത്തിൽ കയറ്റേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാതെ അവഗണിച്ച് കിടന്ന മുതലക്കോടം മാവിൻ ചുവട്ടിൽ ഓടയ്ക്ക് സ്ലാബ് ഇല്ലാതെയായിട്ട് 1.5 പതിറ്റാണ്ട് ഇത്രയേറെ കാലം അവിടെ കിടന്നിട്ടും ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടും നാട്ടുകാർ ഇപ്പോൾ പരാതിപ്പെട്ടില്ല. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പരാതിയൊന്നും ഉണ്ടായില്ല എങ്കിലൊക്കെ, പക്ഷെ നാട്ടുകാർ പരാതി കൂടി പെട്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ അധികൃതർ ഇത് തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ അത് അടയ്ക്കാനുള്ളൊരു നടപടി സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിക്കുന്നതാണ്. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് സ്ലാബിന് മുകളിൽ കയറി തകർന്നതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇറക്കവും വളവുമായി ഇവിടെ ടാറിങ്ങിനോട് ചേർന്നാണ് സ്ലാബ് ഇല്ലാതെ ഓട തുറന്നു കിടക്കുന്നത്. ജെയിംസിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഇവിടെ ഇതിനു മുൻപ് 3 ബൈക്കും 1 കാറും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. 2 ആഴ്ച മുൻപ് കാറ് കുഴിയിൽ ചാടി, പക്ഷേ യാത്രക്കാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് കാറ് വലിച്ചു കയറ്റി വിട്ടു. 3 മാസം മുൻപ് സ്കൂട്ടർ മറിഞ്ഞു ഉണ്ടപ്ലാവ് സ്വദേശിയുടെ താടിയെല്ലിന് സാരമായ പരിക്കേറ്റു. ശസ്ത്രക്രിയ നടത്തിയാണ് പൂർവ്വസ്ഥിതിയിലാക്കിയത്. അതിനു മുൻപ് 2 പേർക്ക് ഓടയിൽ വീണ് പരിക്കേറ്റു. അന്നെല്ലാം വ്യാപാരികളും ജനപ്രതിനിധികളും ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ സമീപിച്ചതാണ്. ഓട മൂടി സ്ലാബ് സ്ഥാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ അനാസ്ഥ, ഈ അധികൃതരുടെ ഒരൊറ്റ അനാസ്ഥ കാരണമാണ് ഇത്രയും അപകടമുണ്ടായി. വലിയ മുറിവുകൾ പറ്റി, വലിയ അതായത് ഒരു ശസ്ത്രക്രിയ എന്ന തരത്തിലുള്ള മുറിവുകളൊക്കെ ആൾക്കാർക്ക് പറ്റി തുടരെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതിനെതിരെ നടപടി സ്വീകരിച്ചില്ല, വേണ്ട രീതിയിലുള്ള ഒരു നീക്കം നടത്താൻ ശ്രമിച്ചില്ല എന്നത് ഏതാത് PWD പറയുന്നു, നഗരസഭ പറയുന്നു PWD. എന്തൊക്കെയായാലും പരസ്പരം തമ്മിലടിക്കുന്ന ഇവരിൽ ആരെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു യുവാവിൻ്റെ ജീവൻ ആ ഒരു ഓടയിൽ വീണ് അവസാനിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് ഒന്നടങ്കം നാട്ടുകാർ പറയുന്നത്. ഈ അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിൽ യുവാവിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. ദിവസേന സംഭവിക്കുന്ന അപകടങ്ങൾ ഒന്നു മാത്രമാണ് ഇതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ആ ചെറുപ്പക്കാരൻ കുഴിയിൽ വീഴുന്നത് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. വേറെ വണ്ടികളൊന്നുമില്ല, ആ ഒരൊറ്റ വണ്ടിയാണ് വന്ന് ആ ഒരു ഓടയിലേക്ക് വീഴുന്നത്. വഴിയരികിൽ പതിഞ്ഞിരുന്ന അപകടക്കെണി അയാൾ കാണാതെ പോയി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അയാൾ മാത്രമല്ല, ആരുടെയും ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു വലിയ കെണി തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു കെണിയാകട്ടെ, ആ ഒരു കുഴിയാകട്ടെ പൊതുമരാമത്ത് നൽകിയ സംഭാവന എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. 15-20 വർഷമായി നാട്ടുകാരെ വെല്ലുവിളിച്ച് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സംരക്ഷിച്ചു വന്ന കുഴി എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല. നാട്ടുകാർ പരാതി പറയുന്നു, വ്യാപാരികൾ പലവട്ടം പറഞ്ഞു ഞങ്ങൾ സ്വന്തം കാശിന് സ്ലാബിട്ട് കുഴി ഒഴിവാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നാട്ടുകാരെ പരാതിയൊക്കെ വെറും കടലാസ് മാത്രമായിട്ട് അവശേഷിക്കുകയായിരുന്നു. ശ്രമദാനത്തെയും അവരുടെ ആ ഒരു പരാതിയെയും അവർ അടച്ചോളാം എന്ന് പറഞ്ഞതിനെയും ഒക്കെ PWക്കാർ പുച്ഛിച്ച് തള്ളുന്ന സാഹചര്യമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ റോഡെല്ലാം റെഡിയായി എന്ന് നാട് നീളെ ബോർഡ് ഉയർന്നിട്ടുണ്ട്. റോഡെല്ലാം റെഡിയായ 10 വർഷം, റോഡായ 10 വർഷം എന്ന ഒക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് ഒരു കുഴിയിൽ വീണ്, അല്ലെങ്കിൽ റോഡിലെ ഒരു കുഴിയിൽ വീണ്, അതും പതിറ്റാണ്ട് 1-2 മാസമാണെങ്കിൽ പിന്നും ഇത് പതിറ്റാണ്ടുകളായി അവിടെ കിടക്കുന്ന ആ കുഴിയിൽ വീണ് ഒരു ജീവൻ നഷ്ടമായിട്ട് പോലും അത് റോഡെല്ലാം റെഡിയായി ഇനി എങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുമെന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. റോഡ് മാത്രം നന്നായാൽ മതിയോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. പാതയോരത്ത് നിർമ്മാണത്തിന്റെ പേരിൽ പാതി കുഴിച്ചു വെച്ച മരണക്കിണറുകൾ ഒരുപാടുണ്ട്. തിരുവനന്തപുരത്ത് പേരൂർക്കടയിലേക്ക് വന്ന വഴയിലിൽ ഇങ്ങനെ ഒരു അപകടമുണ്ടായ ഒരു യുവാവിന് ജീവൻ നഷ്ടമായ സംഭവം, ഇതൊക്കെ ആരാണ് നന്നാക്കേണ്ടത്? ഇപ്പൊ നാട്ടുകാർ അവരുടെ ജീവൻ കരുതിയിട്ട് നന്നാക്കാമെന്ന് പറഞ്ഞ് അതിന് പോലും സമ്മതിക്കാത്ത അവസ്ഥ. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ ഒരു രക്തസാക്ഷികൾ ഉണ്ടാകാതിരിക്കട്ടെ, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അധികൃതരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായി ഒരു ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ എന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അതേസമയം എന്താണ് പൊതുമരാമത്ത് മന്ത്രിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളതെന്ന് നോക്കാം. പതിവ് പല്ലവി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊടുപുഴ മുതലക്കോടത്ത് കലുങ്ക് നിർമ്മാണത്തിനായി റോഡരികിലെടുത്ത വലിയ കുഴിയിൽ വീണായിരുന്നു അപകടം. എന്തായാലും അന്വേഷിച്ചിട്ട് മറുപടി പറയാമെന്ന മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.